السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق مولانا العظيم. وقال النبي صلى الله عليه وسلم: ذكر الأنبياء من العبادة وذكر الصالحين كفارة. صدق رسول الله. ബഹുമാനാദരവ് നിറഞ്ഞ സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി മുഹയ്യി സുന്ന പൊന്മള ഉസ്താദ് സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി, മറ്റ് സാദാത്തുക്കൾ, മറ്റ് ആലിമീങ്ങൾ, വേദിയിലുള്ള നേതാക്കന്മാർ, സദസ്സിലും മറ്റുമുള്ള ശ്രോതാക്കൾ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഒരല്പസമയം മാത്രം ഈ സദസ്സിൻ്റെ ബർക്കത്തിന് വേണ്ടി ഇവിടെ എഴുന്നേറ്റ് നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. വലിയ പരിപാടിയാണ് നാം ഇന്നലെയും ഇന്നുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു ഇത് സ്വീകരിക്കട്ടെ. സഹകരിച്ച മുഴുവൻ ആൾക്കും അല്ലാഹു ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കുമാറാവട്ടെ. ആമീൻ. ഇന്നലെ ആരംഭിച്ചത് മുതൽ ഒരുപാട് മഹാനായ അബ്ദുൽ ബാരി ഉസ്താദ് മൂലൂർ പാപ്പ എന്ന് പറയുന്ന ഉസ്താദിനെ സംബന്ധിച്ച് ഇന്നലെ ഇവിടെ ഒരുപാട് ചർച്ചാ സമ്മേളനം നടന്നു. ഇന്ന് ഇൻഷാ അല്ലാഹ് ഒരുപാട് ആലിമീങ്ങൾ, മഹാനായ മുഹയ്യി സുന്ന ഉസ്താദ് അധ്യക്ഷ പ്രസംഗം നടത്തി. ഉദ്ഘാടനത്തിന് വേണ്ടി മഹാനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ്, നമ്മുടെ നേതാവ് റയീസുൽ ഉലമ അവർ ഔദ്യോഗികമായി ഉദ്ഘാടനത്തിലൂടെ എത്തും. കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി മുഖ്യ പ്രഭാഷണം നടത്തും. സലാഹുദ്ദീൻ ബുഖാരി തങ്ങൾ, മറ്റുള്ള ആലിമീങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. അബ്ദുൽ ബാരി ഉസ്താദിനെ സംബന്ധിച്ച് പറയുമ്പോൾ മുഹയ്യി സുന്ന പൊന്മുസ്താദ് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ വെച്ച് അബ്ദുൽ ബാരി ഉസ്താദിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അത് അധികപ്പറ്റ തന്നെയാണ്. പറയുന്ന എന്നേക്കാൾ കൂടുതൽ പരിചയമുള്ള ആളുകളാണ് നാട്ടുകാർ. എങ്കിലും നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അനുസ്മരിക്കുവാനുള്ളത്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ല, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹിനെ പേടിക്കുന്നത്, അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് അള്ളാഹിനെ പേടിയുള്ളവർ ആലിമീങ്ങൾ മാത്രമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. ഉലമാ മാത്രമാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വലിയ അള്ളാഹിനെ പിടിച്ച് ഖശിയത്ത്, വലിയൊരു ദറജയാണിത്. ഖശിയത്ത്, അള്ളാഹിനെ പേടി. അള്ളാഹിനെ പേടി എന്ന ആ ഖശിയത്തുള്ള ഒരു മഹാപണ്ഡിതനായിരുന്നു, മഹാവലിയ ആയിരുന്നു മഹാനായ അബ്ദുൽ ബാരി ഉസ്താദ് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. വലിയ ഔലിയാക്കന്മാർ, ഇന്ന് ഔലിയാക്കന്മാർ എന്ന പേരിൽ പല ആളുകളും, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ഒരുപാട് സൂഫികളും ഇതെല്ലാം പറഞ്ഞ് പല ആളുകളും പ്രത്യക്ഷപ്പെടുന്ന, ഇസ്ലാം തന്നെ വേണ്ട എന്നും മതം വേണ്ട എന്നും, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതം പ്രചരിപ്പിക്കാൻ വന്ന ആളല്ല എന്നും, വെറും സ്നേഹം മാത്രമാണ് അവിടെ പ്രചരിപ്പിച്ചത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സൂഫി എന്ന പേരിൽ തന്നെ രംഗത്തുള്ള ആളുകൾ, പത്രസമ്മേളനം നടത്തുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അതിൽ പല ആളുകളുമുണ്ട്. കുറേ ഷിയ വിഭാഗങ്ങളും മറ്റ് പലതിലുംപ്പെട്ട ആളുകളും, അതിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും അവർ തന്നെ പറയുന്നുമുണ്ട്. സൂഫി മുസ്ലിങ്ങൾ മാത്രമല്ല, സൂഫി അമുസ്ലിങ്ങളും മറ്റ് പല ആളുകളുമെല്ലാം ഉണ്ട് എന്ന് പറയുന്ന ഈ സമയത്ത്, അതായത് സൂഫി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇതുവരെ മനസ്സിലാക്കിയ പ്രകാരം വലിയ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാന്മാരാണല്ലോ. ആരാണ് വലിയ എന്ന് ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചു. അൽ വലിയു അൽ ആരിഫു ബില്ലാഹി. അൽ ആരിഫു ബില്ലാഹി മഹ്മ അംകന, കഴിയുന്നത്ര അള്ളാഹിനെ സംബന്ധിച്ച് അറിയുന്ന, അള്ളാഹിനെ സംബന്ധിച്ച് എത്ര അറിഞ്ഞാലും തികയുകയില്ല. ബഹറുൻ ലാ യുദ്റകു ഖൈറുഹു, അറ്റമില്ലാത്ത ഒരു സമുദ്രമാണല്ലോ അള്ളാഹിൻ്റെ മാരിഫത്ത്. അള്ളാഹിൻ്റെ ആ മാരിഫത്തിൽ നീന്തി അതിൽ മുങ്ങി
ആളുകളാണ് ആരിഫീങ്ങൾ. അൽ ആരിഫു ബില്ല, അതാണ് ഔലിയാക്കന്മാർ. ഒരിജിൻ്റെ ആരിഫിന് അൽ ആരിഫു ബില്ലയാണ്. അതേസമയത്ത് അൽ മുവാലിബ് അല ത്വാഅത്തി, ഒരുപാട് ആരാധനകൾ, ഫർളായ നോമ്പ്, നിസ്കാരം, സുന്നത്തായ ഇബാദത്തുകൾ, എല്ലാ ഇബാദാത്തിൻ്റെ മേലും, ഇബാദാത്തുൽ ഫർളും സുന്നത്തുമെല്ലാമുള്ള അൽ മുവാലിബ് അൽ ഇബാദാത്തി, എല്ലാ ഇബാദത്തുകളും പതിവാക്കുന്ന, സ്ഥിരമാക്കുന്ന, നിത്യമാക്കുന്ന ആളുകളാണ്. വെറും അൽ ആരിഫു ബില്ല അല്ല. അൽ ആരിഫു ബില്ല ആയാൽ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അള്ളാഹിനെ അറിഞ്ഞാൽ പിന്നെ അള്ളാഹിനെ ആരാധിക്കൂല, ആരാധനയിൽ മുഴുകുമല്ലോ, നിരതമായി കൊണ്ടിരിക്കും. അൽ ആരിഫു ബില്ലാഹി അൽ മുവാലിബുന അല ത്വാഅത്തി അൽ മുരിദൂന അനിൽ ഇൻഹിമാക്കി ഫിൽ ലസാത്തി വശഹവാത്തി. സുഖസൗകര്യങ്ങൾ, ആഡംബരങ്ങൾ, ഇച്ഛകൾ, ദേഹേച്ഛകൾ, അതെല്ലാം വ്യാപൃതമാവനത്തോട് തീരാതിയില്ല എന്നല്ല ഇൻഹിമാക്ക്, അതിനാണ് വ്യാപൃതമാവുക, മുഴുകുക. അതിനത്തോടെല്ലാം അവഗണിച്ചുകൊണ്ട് ഈ ആസ്വാദനങ്ങളിലും ആഡംബരങ്ങളിലും അതുപോലുള്ളതായ കാര്യങ്ങളെല്ലാം ദേഹേച്ഛകളൊന്നും പൂർണ്ണമായി മുഴുകാതെ അതിനത്തോടെല്ലാം അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന, ആരാധനയിൽ സ്ഥിരമാകുന്ന, അള്ളാഹുവിനെ സംബന്ധിച്ച് പരമാവധി ഒരു മനുഷ്യനിക്ക് അറിയാൻ കഴിയുന്ന അത്രയും അറിയുന്ന മുഹമ്മാംകനാണ്. ആ ആളുകളാണ്, അങ്ങനത്തെ ആരിഫീങ്ങളാണ്, ആലിമീങ്ങളാണ്. അത് പറഞ്ഞാൽ തന്നെ ആലിമ് എന്നാണ്, ആലിമീങ്ങൾക്കല്ലേ സാധിക്കുള്ളൂ. ആ നിലക്കുള്ള ആലിമീങ്ങളാണ്, ആരിഫീങ്ങളാണ് ഔലിയാക്കന്മാർ. ഞാൻ കൂടുതൽ പറയുകയില്ല. അപ്പം അങ്ങനത്തെ ആലിമായ അള്ളാഹിനെ പഠിച്ച് ജീവിച്ച ഒരാളായിരുന്നു മഹാനായ അബ്ദുൽ ബാരി ഉസ്താദ് അവർകൾ. ഇന്ന് നേരത്തെ മൊയ്യീസുൻ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ഞാനും മൊയ്യീസുൻ ഉസ്താദിനേക്കാൾ 2-3 വയസ്സ് കുറവുള്ള ആളാണല്ലോ. മൊയ്യീസുൻ ഉസ്താദ് തന്നെ അബ്ദുൽ ബാരി ഉസ്താദിനെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ നാട്ടുകാരായ നമുക്കതിനെപ്പറ്റി കൂടുതൽ അറിയാം. കൂടുതൽ ഞാൻ പരത്തി പറയുന്നില്ല. ഔലിയാക്കന്മാരെ സംബന്ധിച്ചും എല്ലാം പറയൽ ഒരു ആരാധനയുടെ ഭാഗമാണ്. ഹദീസിൽ ഞാൻ പറഞ്ഞല്ലോ, ദിക്റുൽ അംബിയായി, അംബിയാക്കന്മാരെ അനുസ്മരിക്കൽ, പറയൽ മിനൽ ഇബാദത്തി, അത് ഇബാദത്തിൻ്റെ ഭാഗമാണ്. ദിക്റു സ്വാലിഹീന, സജ്ജനങ്ങൾ, സ്വാലിഹ്യങ്ങളിൽപ്പെട്ടവരാണല്ലോ ഈ പറഞ്ഞ ആലിമീങ്ങൾ. നാം അനുസ്മരിക്കുന്ന അബ്ദുൽ ബാരി ഉപ്പാപ്പ അടക്കമുള്ള ആളുകളെല്ലാം സ്വാലിഹ്യങ്ങൾ, ആലിമീങ്ങൾ, ആരിഫീങ്ങൾ, അവരാണല്ലോ സ്വാലിഹ്യങ്ങൾ. ആ സ്വാലിഹ്യങ്ങളെ പറയൽ, അനുസ്മരിക്കൽ, അത് കഫാറ, ദോഷങ്ങളെ പൊറപ്പിക്കുന്നതാണ്. ഹദീസിൽ നാം പഠിച്ചതാണ്, കേട്ടതാണ്. അപ്പോൾ ആ നിരക്കുള്ള പരിപാടികളാണ് ഇവിടെ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പരിപാടികളും. മഹാനായ അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയെല്ലാം, ഈ അനുസ്മരണങ്ങൾ, അത് എല്ലാ നിരക്കും നാം അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കേണ്ടവരുമാണ് നാം എല്ലാവരും. ഞാൻ നീട്ടി പറയുകയില്ല. മഹാനായ അബ്ദുൽ ബാരി ഉസ്താദ് അവർകൾ സമസ്തയുടെ പ്രസിഡൻ്റായി കുറേ കാലവും വൈസ് പ്രസിഡൻ്റായി കുറേ കാലവുമെല്ലാം നീണ്ട 4 കൊല്ലം സേവനം ചെയ്ത ആളാണ്. ആ സമസ്തയുടെ സെൻറ്റിനറി 100 പ്രകാശ വർഷങ്ങൾ, അതാണ് സമസ്ത സെൻറ്റിനറി. അതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗങ്ങളായിട്ട് 3 വർഷം അത് നാം പ്രഖ്യാപിച്ചതാണ്. 1 വർഷം അത് ഇസ്വൈസിൻ്റെ വാർഷിക പരിപാടികളായിട്ട് നീണ്ട 1 വർഷം നാം അത് ആഘോഷിച്ചു കഴിഞ്ഞു. നാം എല്ലാവരും ഇതിൽ ഭാഗവാക്കായി കഴിഞ്ഞു. പ്രവർത്തിച്ച, സഹകരിച്ച മുഴുവനുകൾക്ക് അല്ലാഹു ഖൈറും ബർക്കത്തും ഏറ്റി തരട്ടെ, ആമീൻ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേരള മുസ്ലിം ജമാഅത്തിൻ്റെ പദ്ധതികളും പരിപാടികളുമാണ് 1 വർഷം നീണ്ടു നിൽക്കുന്നത്. അത് അവസാനിക്കാൻ പോവുകയാണ്. നവംബറായല്ലോ അവസാനമായി. ഇത് അവസാനിക്കലോടുകൂടി, ഈ ഡിസംബർ അവസാനിക്കലോട് ജനുവരിയോടുകൂടി മഹാനായ ജനുവരി ആദ്യം മുതൽ 1 മുതൽ 16 ദിവസങ്ങളിലായി മഹാനായ നേതാക്കന്മാർ, സുൽത്താനിലും അടക്കമുള്ള മഹാനായ ബദർ സാദാത്ത് അടക്കമുള്ള നേതാക്കന്മാരെല്ലാം ഒരുമിച്ച് കൂടുന്ന, നയിക്കുന്ന നമ്മുടെ കേരള യാത്രയും എൻ്റെ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പരത്തി പറയുന്നില്ല. അത് കഴിഞ്ഞ് അതോടുകൂടി 2026 തുടക്കം കുറിച്ച് അവസാനമാകുമ്പോഴേക്ക് നമ്മുടെ സെൻറ്റനറിയാണ്, സമസ്തയുടെ 100 പ്രകാശ വർഷങ്ങൾ. ആ നേതാക്കന്മാരെയാണ് നാം അനുസ്മരിക്കുന്നത്. ഇത് പ്രകാശിപ്പിച്ച, തുടക്കം കുറിച്ചതായ, രൂപീകരണ കാലം മുതൽ തന്നെ നേതൃത്വം നൽകിയ, ഒരുപാട് പതിറ്റാണ്ട്, 4 പതിറ്റാണ്ട് നേതൃത്വം നൽകിയ മഹാനായ അബ്ദുൽ ബാരി ഉസ്താദ്. അപ്പോൾ ആ ഉസ്താദിനോടുള്ളതായ ബഹുമാനവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് നാം എല്ലാവരും, ഈ വളക്കുളവും പരിസരവുമുള്ള ശ്രോതാക്കളും മറ്റും എല്ലാ ആളുകളും, ബന്ധപ്പെട്ട സംഘടനാ നേതാക്കന്മാരും പ്രവർത്തകന്മാരും എല്ലാം അബ്ദുൽ ബാരി ഉപ്പാപ്പ ഉസ്താദ് അവർകൾ ഇവിടെ നയിച്ചതായ ആ പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ 100 പ്രകാശ വർഷങ്ങൾ
സെൻറ്റിനറി, അത് എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ കഴിവും ഉപയോഗിച്ച് എല്ലാ നിലക്കും പരിപൂർണമായി അതിൻ്റെ പ്രവർത്തനങ്ങളിൽ മുഴുകി സഹായ സഹകരണങ്ങൾ ചെയ്ത് അത് വമ്പിച്ച വിജയമാക്കാൻ നാം എല്ലാവരും, നിങ്ങൾ ഓരോരുത്തരും, നമ്മളെല്ലാവരും അതിന് ഒരുങ്ങി തയ്യാറായിട്ടുണ്ട്. കൂടുതൽ ജാഗരൂകരായി കൂടുതൽ അതിൽ ഒരുങ്ങി തയ്യാറാവണമെന്ന് ഉണർത്തുകയും അതിൻ്റെ പല പരിപാടികളും ഇനി നടക്കാനിരിക്കുന്നു 26-ൽ. ആ പരിപാടികളെല്ലാം എല്ലാ നിലക്കും നിങ്ങളെല്ലാം സഹകരിക്കണമെന്ന് ഉണർത്തിയും കൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ വാങ്ങുന്നു. ഈ പരിപാടിയുമായി സഹകരിച്ച മുഴുവൻ ആൾക്കും അള്ളാഹു എല്ലാവിധ ഹൈറും ബർക്കത്തും തരട്ടെ. നമ്മുടെ നേതാക്കന്മാർ റയീസുൽ ഉലമ, സുൽത്താൻ ഉലമ, താജുൽ മുഹഖിഖീൻ, ഞങ്ങളുടെ ഉസ്താദ് കോട്ടൂർ ഉസ്താദ് അടക്കമുള്ള ബദർ സാദാത്ത് തങ്ങൾ, അലിബാഫി തങ്ങൾ, മയ്യിസുന്ന ഉസ്താദ് അടക്കമുള്ള നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് അടക്കമുള്ള ഒരുപാട് നേതാക്കന്മാർ, ചില രോഗികളായുള്ള ആളുകളും എല്ലാ രോഗവും പൂർണ്ണമായി അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. കൂടുതൽ ആഫിയത്തും ദീർഘായുസ്സും. നേരത്തെ പറഞ്ഞ പോലെ പൊന്മുള ഉസ്താദ് മയ്യിസുന്ന ഉസ്താദ് അവർ വളരെ വിഷമം സഹിച്ച് എല്ലാ സ്ഥലത്തും നമ്മെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി എല്ലാ സദസ്സുകളും എത്താറുണ്ട്. നമുക്ക് കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട് വിഷമങ്ങൾ. അള്ളാഹു ഈ പ്രസ്ഥാനത്തിനുവേണ്ടി ജീവിതം അർപ്പിക്കുന്ന ആളുകളാണ് ഈ മഹാന്മാരെല്ലാം. അവരുടെ എല്ലാ സേവനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ. മൺമറഞ്ഞു പോയ നമ്മുടെ ഒരുപാട് നേതാക്കന്മാർ, അവർക്കെല്ലാം അള്ളാഹു കവർ ചെയ്ത് സന്തോഷമാക്കി അബ്ദുൽ ബാരി ഉസ്താദ് അടക്കമുള്ള നേതാക്കന്മാരോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.